വയനാട് കുറുമ്പാലക്കോട്ടയിൽ തകർന്ന കുടിലിൽ കഴിയുന്ന 22-അംഗ ആദിവാസി കുടുംബത്തിന്റെ ദുരവസ്ഥയിൽ ഇടപെട്ട് മന്ത്രി OR കേളു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. അമ്പലംകുന്ന് ഉന്നതിയിലെ ചന്ദ്രന്റെ കുടുംബത്തിന്റെ അവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത് 24 ആയിരുന്നു. 24 ഇമ്പാക്റ്റ് ആണ് ഈ വാർത്ത. അതേ ഒരു ദൃശ്യമാധ്യമ വാർത്ത കണ്ടിരുന്നു. ഈ കുറുമ്പാലക്കോട്ട ഈ പറയുന്ന സ്ഥലത്ത് അത് സംബന്ധിച്ച് തീർച്ചയായിട്ടും വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങൾ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന മുറയ്ക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ഏതായാലും സ്വീകരിക്കും. ഇപ്പോൾ വയനാട് ജില്ലയിൽ മുഴുവൻ കുടുംബത്തിനും നമ്മുടെ ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ നമ്മൾ അതിവേഗം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് അർഹതപ്പെട്ട കുടുംബമാണെങ്കിൽ തീർച്ചയായിട്ടും ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യപ്പെട്ട നടപടി സ്വീകരിക്കുന്നതായിരിക്കും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, നമ്മൾ നൽകിയ ഒരു വാർത്ത അതിന് ഇപ്പോൾ ഫലം ഉണ്ടായിരിക്കുന്നു. ചന്ദ്രനും കുടുംബത്തിനും വീട് ഉണ്ടാകാൻ പോവുകയാണ്. അതിന്റെ അടുത്ത നടപടികളിലേക്കൊക്കെ ഉടൻ കടക്കും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മന്ത്രി എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? എന്തായാലും ഒരു ഗുണഫലം സർക്കാർ തലങ്ങളിൽ ഈ വാർത്ത എത്തി എന്നതിൻ്റെ ഒരു പ്രതികരണമാണ് മന്ത്രി OR കേളുവിൻ്റെ കൂടി ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ ഈ വാർത്തയെ തുടർന്ന് കേസെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ കലക്ടറോടും ഒപ്പം തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനോടും 15 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രിയും ഈ വിഷയത്തിൽ സജീവമായ രീതിയിൽ തന്നെ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചന്ദ്രന്റെ കുടുംബത്തിന്റെ ദുരവസ്ഥ എന്ന് പറയുമ്പോൾ അത് അമ്പലംകുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത്. കുറുമ്പാലക്കോട്ടയിലെ അമ്പലംകുന്ന് പ്രദേശം ഒരുപക്ഷെ ഈ ദുരന്ത സാധ്യത മേഖലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമായി തന്നെ കരുതേണ്ടി വരും. അവിടെ ഒരു ചെരുവിലാണ് ഇവർ താമസിക്കുന്നത്. വീടൊക്കെ പൂർണ്ണമായും നാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു വീടാണ്. ചുമരൊക്കെ തകർന്ന് അത് ഷീറ്റ് കൊണ്ട് ഉൾപ്പെടെ മേഞ്ഞ തരത്തിലുള്ള ഒരു വീടാണ് അവിടെയുള്ളത്. അവിടുത്തെ 22 പേരടങ്ങുന്നതാണ് ആ കുടുംബം. ആ കുടുംബത്തിന്റെ വല്ലാത്തൊരു ദുരവസ്ഥയിലുള്ള ജീവിതം നമ്മൾ പുറലോകത്തേക്ക് എത്തിച്ചു. ഇതേ തുടർന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തും. അതായത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു അന്വേഷണം നടത്തും. അതായത് ഉദ്യോഗസ്ഥരെ ആ ഉന്നതിയിൽ വിട്ടു അവിടേക്ക് അയച്ചുകൊണ്ടൊരു അന്വേഷണം നടത്തും. ഇതിനുശേഷം ഈ കുടുംബത്തിന്റെ അർഹത അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനയുണ്ടാകും. ആ പരിശോധനയ്ക്ക് ശേഷം ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. വാർത്ത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ST കുടുംബങ്ങൾക്കായി ലാൻഡ് ബാങ്ക് പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് സംസ്ഥാന സർക്കാർ. ഈ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലെ കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പദ്ധതി. എന്തായാലും ഈ കുടുംബം 22 പേരടങ്ങുന്ന കുടുംബമാണ്. അപ്പോൾ എങ്ങനെ ഈ കുടുംബത്തിന് ഒരു കുടുംബം മാത്രമല്ല, നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ, ഒരു വീട്ടിൽ ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കൂടി ഈ പദ്ധതിയുടെ ഭാഗമാക്കും എന്നുള്ളത് തന്നെയാണ് മന്ത്രി പറയുന്നത്. എന്തായാലും അമ്പലംകുന്ന് ഉന്നതിയിലേക്ക് ഉദ്യോഗസ്ഥരെത്തും. അവർ സൂക്ഷ്മമായ രീതിയിലുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ആശാവഹമായ കാര്യങ്ങൾ, അതായത് വീടടക്കമുള്ള കാര്യങ്ങൾ, വീടും സ്ഥലവും അടക്കമുള്ള പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ള തന്നെയാണ് മന്ത്രി പറയുന്നത്. എന്തായാലും നമ്മൾ പുറം ലോകത്തേക്ക് എത്തിച്ച ഒരു വാർത്ത അത് സർക്കാർ തലത്തിലും ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്കും എത്തി എന്നുള്ളത് അതിന് അകത്തൊരു ഗുണഫലമായ കാര്യം തന്നെയാണ്. എന്തായാലും ചന്ദ്രന്റെ കുടുംബത്തിന് അർഹമായ രീതിയിലുള്ള ഒരു പുനരധിവാസം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ ഈ നിമിഷവും പങ്കുവയ്ക്കുന്നത്. അതാണ് 22-അംഗ കുടുംബം ഒരു തകർന്ന കുടിലിൽ കഴിയുകയായിരുന്നു. കുറുമ്പാലക്കോട്ട വയനാട്ടിലെ സ്ഥലമാണ്. അവരുടെ ദുരവസ്ഥ നമ്മൾ പുറം ലോകത്തെ അറിയിച്ചു. തൊട്ട് അടുത്ത നിമിഷം തന്നെ മന്ത്രി OR കേളു ഇടപെടുകയും അങ്ങോട്ടേക്ക് അധികൃതർ എത്തി പരിശോധന നടത്തി ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലേക്ക് ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി കൈക്കൊള്ളാം എന്നത് പരിശോധിക്കും എന്നാണ് മന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അമ്പലംകുന്ന് ഉന്നതിയിലെ ചന്ദ്രന്റെ കുടുംബത്തിന് ഇനിയിപ്പോൾ നല്ലൊരു വീട്, അടച്ചുറപ്പുള്ളൊരു വീട് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.